നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ടിപ്സ് എല്ലാവരും നിങ്ങൾ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബി വെരി മച്ച് ഈസിയർ ടു സ്റ്റഡി ദ ഫസ്റ്റ് ചാപ്റ്റർ. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ചാപ്റ്റർ, ഡിഫറെൻറ്റ് മീഡിയ വൺ മെസ്സേജ്. ഇതാണ് ഡിഫറെൻറ്റ് മീഡിയ വൺ മെസ്സേജ്. ഈ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ് മൈറ്റ് ബി വെരി മച്ച് ഇൻട്രസ്റ്റിംഗ് ടു യു ചിൽഡ്രൻ. കാരണം നമ്മൾ കേൾക്കും, മീഡിയ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കും. കാരണം മീഡിയ ഈസ് റൂളിങ് ദിസ് വേൾഡ് നൗ, അല്ലേ? ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയ എന്ന് പറഞ്ഞതാണ്, നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൗ യു യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വൈൽ റിപ്പോർട്ടിംഗ് ഓർ റൈറ്റിംഗ് ഇൻ ന്യൂസ് ഓർ വാട്ട് ആങ്കറിങ്. ഇപ്പോൾ ടി വി ആങ്കേഴ്സ് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷും ന്യൂസ് റീഡേഴ്സ് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ്, ഒരു പേപ്പറിൽ എങ്ങനെ ഒരു ന്യൂസ് വരുന്നു, ഇൻ്റർനെറ്റ് ബ്ലോഗിൽ എങ്ങനെ അവർ ആർട്ടിക്കിൾസ് എഴുതുന്നത്, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫോർമൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ചില സമയത്ത് ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് എങ്ങനെ ഇതിൻ്റെ ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഉള്ളത്. ഈ ചാപ്റ്ററിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയ ഫസ്റ്റ് ടിപ്പ്, വെരി സിമ്പിൾ, വെരി ഈസി, ബട്ട് ഡിഫിക്കൽട്ട് ഫോർ എന്താ പറയുക ലോട്ട്സ് ഓഫ് ചിൽഡ്രൻ. കാരണം മിക്കവരും ചെയ്യാൻ കുറച്ച് മടിക്കുന്നൊരു സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് തുടങ്ങാം ഇനി മുതൽ. ഒരു പ്രോമിനൻറ്റ് ഇംഗ്ലീഷ് ഡെയിലി എടുക്കുക. ഇംഗ്ലീഷ് ഡെയിലി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക മിക്കവാറും ദ ഹിന്ദു ആൻഡ് ദി ടൈംസ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇതിൻ്റെ അകത്തുള്ള മലയാളം ന്യൂസ് പേപ്പർ വീട്ടിലുള്ളവരാണെങ്കിൽ അതിൻ്റെ അകത്ത് റീജിയൻ, നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ന്യൂസസ് നോക്കുക, അല്ലെങ്കിൽ ഇൻ്റർനാഷണലുള്ള ഏതെങ്കിലും ഒരു കോമൺ ന്യൂസ് നോക്കുക. എല്ലാ പേപ്പേഴ്സിലും കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് എടുത്തു കഴിഞ്ഞ് നിങ്ങളത് മലയാളത്തിൽ വായിച്ച് നോക്കുക. അതിൻ്റെ ഹെഡിങ് നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് ഹെഡിങ് വെച്ചിരിക്കുന്നത്, എങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഐ ക്യാച്ച് ആയത്, ബാക്കിയുള്ള നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവാൻ വേണ്ടി മലയാളം വായിക്കുക. എന്നിട്ട് ഈ ഇംഗ്ലീഷ് ഡെയിലി ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇതേ ന്യൂസ് അവരെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഹെഡിങ് നോക്കുക. നിങ്ങൾ ആദ്യമേ എല്ലാം വരച്ചിരുന്ന ഡിക്ഷണറിയിൽ നോക്കണ്ട. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസി റീഡിങ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കത് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഹെഡിങ് നിങ്ങൾ നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ന്യൂസിൻ്റെ അർത്ഥം അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് കഴിവതും പലതും മനസ്സിലാവും. പക്ഷേ ചില വാക്കുകൾ നിങ്ങളുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യും. കാരണം ഇത് മനസ്സിലാവുന്നില്ല, കുറച്ച് കട്ടിയുള്ള വാക്കാണ്, ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ലൈറ്റ് റീഡ് ചെയ്യുക, മൊത്തം എല്ലാം വായിച്ചു നോക്കുക. രണ്ടാമത് നിങ്ങൾക്ക് ഡൗട്ട് വന്ന ഓരോ വേർഡ്സിൻ്റെ അടിയിലും പെൻസിൽ കൊണ്ടോ എന്തെങ്കിലും രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് മൂന്നാമത് വായിക്കുമ്പോൾ ഒരു ഡിക്ഷണറി എടുത്ത് അടുത്ത് വെക്കുക. ഫോണിൽ ഡിക്ഷണറി ഉള്ളവരായാലും അതായാലും മതി, പക്ഷേ മറ്റേ പേപ്പർ ബാക്ക് ആണെങ്കിൽ അതായാലും മതി. എന്നിട്ട് ഓരോ വേർഡ്സിൻ്റെ അർത്ഥം എടുത്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. കാരണം ചിലപ്പോൾ ഓരോരുത്തരുടെയും എന്താ പറയുക വൊക്കാബുലറിയുടെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും. ചിലവർക്ക് ഒരു ന്യൂസിൽ 8 വാക്ക് അറിയാൻ പാടില്ലായിരിക്കും. ചിലർക്ക് ചിലപ്പോൾ 2 വാക്കേ അറിയാൻ പാടുണ്ടാവുള്ളൂ. ചിലർക്ക് ചിലപ്പോൾ 10 വാക്കുകൾ അറിയാൻ പാടുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊന്നും ഒരു കുറവുമില്ല. നിങ്ങളെ തന്നെ വളർത്താനുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓരോ വേർഡ്സിൻ്റെ അർത്ഥം എഴുതി വെക്കുക. എന്നിട്ട് ഈ അർത്ഥം ഒന്നും കൂടെ ഒന്ന് നമ്മുടെ മനസ്സിൽ റീവൈൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഈ ന്യൂസ് ഈ ബുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ വായിച്ചു നോക്കുക. ചെക്ക് യുവർ മെമ്മറി. നിങ്ങളുടെ മെമ്മറിയിൽ ഇപ്പോഴും അതിൻ്റെ അർത്ഥം ഇരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ന്യൂസ് വായിക്കുമ്പോൾ യു വിൽ ബി വെരി മച്ച് എന്താ പറയുക, നിങ്ങൾ കുറേ കൂടെ ആ ന്യൂസ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഹൗ എ മലയാളം ന്യൂസ് ഇസ് റിപ്പോർട്ടഡ് ഓർ ഇസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ഒരു ഇംഗ്ലീഷിൽ വരുമ്പോൾ എങ്ങനെയാണ് മലയാളം ന്യൂസ് വന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് പിടികിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 2014 എല്ലാവർക്കും അറിയാം, ഫിഫ വേൾഡ് കപ്പൊക്കെ നല്ല രീതിയിൽ നടന്നൊരു സമയം. എൻ്റെ +1 കഴിഞ്ഞിരിക്കുന്നൊരു സമയമായിരുന്നു. ഞാൻ വെക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഫുട്ബോൾ ഫാനായി നല്ല രീതിയിലൊക്കെ അതിൻ്റെ പുറകെ ഫോളോ അപ്പ് ഒക്കെ ചെയ്തു, നല്ല രീതിയിൽ പോയി. ബ്രസീലിനെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് പിടിച്ചതും. പക്ഷെ അവസാനം ബ്രസീൽ എങ്ങനെ അവരുടെ ആ ഒരു വലിയൊരു കുറേ കാലത്തിലേക്കുള്ള അവരുടെ ആ ഒരു രാജകീയമായിട്ടുള്ള ആ ഒരു സ്ഥാനത്ത് നിന്ന് അവർ താഴെ വീണൊരു സമയമാണ് 2014 ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ഇത് രാത്രി നമ്മൾ എല്ലാവരും പാതിരാത്രി ആയിരിക്കുമല്ലോ ഫുട്ബോൾ ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ ഇതിന് കാണുമ്പോൾ നമുക്ക് വരുന്ന കുറേ ഇമോഷൻസ് ഉണ്ട് ആസ് ഫാൻസ് എന്നുള്ള. ഫുട്ബോൾ ഫാൻസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും, ചിലർക്ക് സങ്കടം വരും, ചിലർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും, ചിലർക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഒരു ന്യൂസ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ കാത്തിരിക്കും. കാരണം എങ്ങനെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി.
പിറ്റേ ദിവസം മലയാളം ന്യൂസിൽ വരുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് നമ്മൾ എങ്ങനെയാണോ രാത്രി അത് ഫീൽ ചെയ്തത് അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഹെഡിങ്ങും അതുപോലത്തെ കവറേജ്, ഒരു പേജ് നിറച്ചും ഇവരെല്ലാവരും കരയുന്ന ഫോട്ടോസും അതിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതേപോലെ ഇംഗ്ലീഷ് പേപ്പറിൽ നോക്കുമ്പോഴോ അതേ ഇമോഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇംഗ്ലീഷും ഇവരുടെ ഈ ഒരു യൂസേജസും സ്പോർട്സിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജും നമുക്ക് നന്നായിട്ട് പിടികിട്ടണം. അങ്ങനെയാണെങ്കിൽ വാട്ട് എവർ വി ഹാവ് ഫെൽറ്റ് ഇൻ ദ നൈറ്റ് വൈൽ വാച്ചിങ് ദ ഫുട്ബോൾ ഇൻ ലൈവ് വി ക്യാൻ ഗെറ്റ് ദാറ്റ് ഫ്രം റീഡിങ് ജസ്റ്റ് എ ന്യൂസ് ആർട്ടിക്കിൾ. ഇത് കാണാത്തവർക്ക് പോലും എന്താവും, ഈ ഒരു ഇമോഷൻ നന്നായിട്ട് കിട്ടും. കാർണേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹെഡിങ് കൊടുത്തത്. കാർണേജ് എന്ന് പറഞ്ഞാൽ മൊത്തം ഡിസ്ട്രക്ഷൻ എന്നുള്ളൊരർത്ഥമാണ്. അപ്പം ബ്രസീലിൻ്റെ ആ ഒരു വീഴ്ചേനെ എന്താ പറയുക, അവരെ നമ്മൾ കളിയാക്കുകയൊന്നും അല്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും വേദന അറിയിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്. പക്ഷേ ഏറ്റവും ഫോർമലായിട്ടായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ ഈ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം നമ്മളൊരു ഫോറിൻ ആയിട്ടുള്ളൊരു സാധനമായിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് അതിനോട് കൂടുതലും വായിക്കാൻ മടി വരുന്നത്. ബട്ട് ജസ്റ്റ് തിങ്ക് ഇറ്റ് ആസ് നമ്മുടെ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ അതെങ്ങനെ കുറച്ചുകൂടെ പ്രൊഫഷണലി അവർ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അതാണ് മീഡിയ, ഡിഫറെൻറ്റ് മീഡിയ, വൺ മെസ്സേജ് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും കോർ ആയിട്ടൊരു പോയിന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എന്താ പറയുക, അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വാച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് റെഡ് ബൈ ന്യൂസ് റീഡേഴ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ന്യൂസ് റീഡേഴ്സ് എങ്ങനെ, നമുക്കിപ്പോൾ ഹെഡ്ലൈൻ അവേഴ്സ് എന്ന് പറഞ്ഞു വരുമല്ലോ, ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഫുൾ ഹെഡ്ലൈൻസേ ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് ആ ഒരു രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെ നടന്ന സംഭവങ്ങളെല്ലാം ഹെഡ്ലൈൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ കഥ ഇതിൻ്റെ അകത്ത് പറയില്ല. ബട്ട് വി വിൽ ഗെറ്റ് എ ഫുൾ ജിസ്റ്റ് ഓഫ് ദി സ്റ്റോറി, അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിളിൻ്റെ മൊത്തം ഐഡിയ നമുക്ക് ആ ഒരു ഹെഡ്ലൈനിലൂടെ തന്നെ കിട്ടും. ഭയങ്കര ക്രിസ്പായിരിക്കും, ഭയങ്കര ഷോർട്ടായിരിക്കും, പക്ഷെ അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് ഓഡിയൻസിൻ്റെ പെട്ടെന്ന് അട്രാക്ഷൻ പിടിക്കുന്നതായിരിക്കണം ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ചെക്ക് ഇൻ യുവർ ഇൻ്റർനെറ്റ് ടിപ്സ് ടു റൈറ്റ് എഫക്റ്റീവ് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2-3 പോയിന്റ്സ് ഇത് തന്നെ ആയിരിക്കും. ക്രിസ്പായിരിക്കണം, ഷോർട്ടായിരിക്കണം, എന്നാൽ പെട്ടെന്ന് മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റിയതുമായിരിക്കണം. സോ ഫോർ ദാറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ന്യൂസിലുള്ള ഈ ഹെഡ്ലൈൻ അവേഴ്സിലുള്ള ന്യൂസ് റീഡേഴ്സ് വായിക്കുന്ന ഹെഡ്ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. CNN, BBC ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന ഏറ്റവും, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ വലിയ വലിയ ന്യൂസ് ചാനൽസൊക്കെ ടഫാന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. അത് തന്നെ നമ്മൾ പഠിച്ചാൽ റോങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാനുള്ള സാധ്യത വളരെ കുറയും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചും കൂടെ ആദ്യമേ സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്സ് വരില്ല. അതുകൊണ്ടാണ് ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ളതൊക്കെ തന്നെ കാണാൻ നിങ്ങളോട് പറയുന്നത്. ട്രൈ ടു വാച്ച് ദാറ്റ്. Then we are going to the last tip. Try to analyze the difference of format of English in news, travel vlogs, reality shows and documentaries. This is very important. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ഗ്രീറ്റിംഗ്സ് നമ്മൾ പഠിക്കാൻ പറഞ്ഞു, അത് നമുക്ക് ഫോർമലിയും ഇൻഫോർമലിയും ഉണ്ട്. അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട്സിലോ ആർട്ടിക്കിൾസിലോ ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഉണ്ട്. നമുക്കറിയാം ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഓൺലി പൊളിറ്റിക്കൽ ന്യൂസ് ആയിരിക്കില്ല, ഓൺലി ഇൻ്റർനാഷണൽ ന്യൂസ് ആയിരിക്കില്ല, ഓൺലി എഡ്യൂക്കേഷൻ ന്യൂസ് ആയിരിക്കില്ല, ഓൺലി സ്പോർട്സും ആയിരിക്കില്ല. എല്ലാത്തിൻ്റെയും ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ എന്ന് പറയുന്നത്. അപ്പം വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഫോർമാറ്റ് ഓഫ് ഇംഗ്ലീഷ് യൂസ്ഡ് ഇൻ ദോസ് കൈൻഡ്സ് ഓഫ് കോണ്ടന്റ്സ്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രാവൽ വ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ ട്രാവലിങ്ങിന് പോകുന്നു, ഹി ഈസ് ടേക്കിംഗ് എ വീഡിയോ ക്യാമറ വിത്ത് ഹിം ഓർ വിത്ത് ഹർ, എന്നിട്ട് എന്ത് ചെയ്യും, പോകുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ വെച്ചിട്ട് ഇതാണ് ഈ സ്ഥലം എന്നുള്ള രീതിയിൽ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും അല്ലേ. അത് മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട് ഇങ്ങനത്തെ ട്രാവൽ വ്ളോഗ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കൂടുതലും ഇൻഫോർമൽ ലാംഗ്വേജ് ആയിരിക്കും. ഫോർമാറ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാഷ്വലായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും, ഭയങ്കര റെസ്പെക്റ്റഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആദ്യമേ ഒന്നും അവർ തുടങ്ങില്ല, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും അവർ ആ സ്ഥലങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. അതേ സമയത്ത് ഒരു വലിയൊരു നാഷണൽ എന്താ പറയുക എമർജൻസി ഇഷ്യൂ പോലെ വരുന്ന സംഭവങ്ങളൊക്കെ സംസാരിക്കുമ്പോഴോ ഭയങ്കര പൊളൈറ്റായിട്ടും ഭയങ്കര റെസ്പെക്റ്റീവായിട്ടും ഓരോ പൊസിഷൻസിനെയും അതുപോലെ റിവ്യർ ആയിട്ട് നമ്മൾ നോക്കിയും കണ്ടിട്ടുമായിരിക്കും ആ ന്യൂസ് അവർ പറയുക. അത് ഭയങ്കര ഒബ്ജക്റ്റീവായിട്ട് അവർ സംസാരിക്കും. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് അവർ പറയും. കാരണം ആരുടെയും വ്യൂസ് ഇവരുടെ പറയുന്നതിൽ കയറി വരത്തില്ല. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവർ സംസാരിക്കുകയുള്ളൂ. റിയാലിറ്റി ഷോസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബൊംബാസ്റ്റിക് ആയിരിക്കും. കാരണം ഹലോ എവ്രിബഡി എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര എന്താ പറയുക സന്തോഷത്തോടെ നമ്മളെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്തു നിന്ന് കുറച്ചും കൂടെ ഒന്ന് എണീപ്പിക്കുന്ന രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും റിയാലിറ്റി ഷോസിൽ അവർ കാണിക്കുക. ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ അതിനെക്കുറിച്ച് കൂടുതലും. കാരണം വി ഹാവ് എ ബഞ്ച് ഓഫ് റിയാലിറ്റി ഷോസ് ഇൻ മലയാളം ആസ് വെൽ ആസ് ഇൻ ഇംഗ്ലീഷ് ചാനൽസ്, റൈറ്റ്? ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, എലൻ ഡിജനസ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നോക്ക്. കാരണം ഷീ സ്പീക്സ് അബൌട്ട്
ഷീ ഈസ് എ വെരി ഫേമസ് ഇൻ്റർവ്യൂവർ ഇൻ ഇംഗ്ലീഷ്. അപ്പം എന്താ പറയുക, ഒരു നല്ലൊരു ഷോയിൻ്റെ ഒരു ഇൻ്റർവ്യൂവർ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും, കുറേ സെഷൻസ് ഉണ്ടാവും. അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് അങ്ങനെ ഫേമസ് ആയിട്ടുള്ളവർ വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ളവരെ കൊണ്ടുവരുമ്പോൾ പോലും അവരെയും ഒന്ന് ചിരിപ്പിക്കുന്ന രീതിയിൽ, ഓഡിയൻസിനെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരതിൻ്റെ അകത്ത് പഠിപ്പിക്കുക. പിന്നെ അടുത്ത ഡോക്യുമെൻ്ററീസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഡോക്യുമെൻ്ററീസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ഡോക്യുമെൻ്ററീസ് കുറേ ഉണ്ട്. കാരണം ഇംഗ്ലീഷ് കറക്റ്റ് മനസ്സിലാവാൻ പറ്റുന്നത് സിനിമ പോലുള്ള ഡോക്യുമെൻ്ററീസ് യു ക്യാൻ വാച്ച് ഇറ്റ്, കാരണം നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. അല്ലാത്ത ഡോക്യുമെൻ്ററീസ് കാണണം എന്ന് പറയുന്നത് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ എ ഇഷ്യൂ ഈസ് അഡ്രസ്ഡ് ഇൻ ദോസ് ഡോക്യുമെൻ്ററി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാണെങ്കിൽ, ലിയനാർഡോ ഡികാപ്രിയോ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ആക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ടൈറ്റാനിക് എന്ന് പറഞ്ഞ പടത്തിൽ നല്ല ഫേമസ് ആയത്. പിന്നെ നല്ല നല്ല റെവല്യൂഷണറി റോഡ് ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ യുണൈറ്റഡ് നേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, എൻവയറൺമെൻറ്റൽ പീസിനും അല്ലെ എൻവയറൺമെൻറ്റൽ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ഡീഗ്രഡേഷൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് തപ്പിയിട്ടും അങ്ങനെയുള്ള ഒരു റിസർച്ച് വീഡിയോ ഉണ്ട്. ബിഫോർ ദി ഫ്ലഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഇഫ് യു ക്യാൻ ഗെറ്റ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ്സ്, പ്ലീസ് ട്രൈ ടു വാച്ച് ഇറ്റ്. കാരണം ഇറ്റ്സ് വെരി ഇൻഫോർമേറ്റീവ് ആസ് വെൽ ആസ് വെരി ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതിൻ്റെ അകത്ത് നന്നായിട്ടുണ്ട്. കാരണം ആ ഒരു സബ്ജക്റ്റ് ഏറ്റവും നല്ല രീതിയിലാണ് കൺവേ ചെയ്തിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററിലുള്ള നിങ്ങൾക്ക് വേണ്ട ടിപ്സ് എല്ലാം വേണ്ടത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ച് ടയറിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാലും ഈ ടിപ്സ് എല്ലാം നിങ്ങൾ കറക്റ്റ് സ്കില്ലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ബി വെരി ഈസി ആൻഡ് വെരി എൻ്റർടൈനിങ് ടു സ്റ്റഡി ദിസ്. കാരണം ഇതിൻ്റെ അതുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര രസമാണ്. ക്ലാസ് ഫുൾ ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്യേണ്ടതും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ടതും എല്ലാം ഉണ്ട്. ഓക്കെ.